ഒരു നാട്ടുരാജാവ് തൻ്റെ എല്ലാ ഭൂമിയും ആളുകൾക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഇത് കേട്ട പലരും അവിടെ ഓടിച്ചെന്നു, എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ രാവിലെ വന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എത്ര ദൂരം നടക്കാൻ പറ്റുമോ അത്ര ദൂരം നടക്കുക, വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുന്നേ തിരിച്ചെത്തണം. ഈ നടന്ന ദൂരം ഉള്ള എല്ലാ ഭൂമിയും താങ്കൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ നടക്കാൻ തുടങ്ങി. ആദ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടാൻ തുടങ്ങി. കാരണം എത്രയും കൂടുതൽ ദൂരം കവർ ചെയ്താൽ അത്രയും ഭൂമി കിട്ടുമെന്നുള്ള ആ ഒരു അത്യാഗ്രഹത്തിൽ ഓടാൻ തുടങ്ങി. ദാഹം തോന്നി, വിശപ്പ് തോന്നി, പക്ഷെ നിന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്രയും സമയം നഷ്ടപ്പെടുകയാണ്, അത്രയും ഭൂമി എനിക്ക് കിട്ടുന്നത് നഷ്ടപ്പെടുകയാണ് എന്നുള്ള ചിന്തയിൽ അയാൾ ഓടിക്കൊണ്ടേയിരുന്നു. അവസാനം അയാൾ തിരിച്ച് നമ്മുടെ മഗ്‌രിബായപ്പോഴേക്കും ഈ നാട്ടുരാജാവിൻ്റെ അടുത്ത് തിരിച്ചെത്തി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇത്രയും ദൂരം പോയി. അവിടെ തിരിച്ചെത്തി അയാൾ പക്ഷേ അവിടെ തളർന്ന് വീണ് മരണപ്പെട്ടു പോയി. അവസാനം അയാൾ 6 അടി മണ്ണിലാണ് കബറടക്കിയത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നു, ഒരു മനുഷ്യന് എത്ര ഭൂമിയാണ് ആവശ്യമെന്ന്. അപ്പോൾ അവസാനം നമുക്കൊക്കെ ഈ ഒരു 6 അടി മണ്ണ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു ചിന്തയിൽ നിന്നുള്ള ഒരു ഗോൾ സെറ്റിംഗ് ഈ ലോകത്തുള്ള പ്രൊഫഷണൽസുകളിൽ നിന്നുള്ള എല്ലാവർക്കും ആവശ്യമുണ്ട്. ആ ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടായാൽ തന്നെ വർക്ക് ലൈഫ് ബാലൻസും റിലീജിയസ് ബാലൻസും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രബോധനം എന്ന് പറയുന്നത് ഏതെങ്കിലും പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അറബി കോളേജിൽ പഠിച്ചവരോ മാത്രം ചെയ്യേണ്ട ഒന്നല്ല. അത് ഓരോരുത്തരും, നമ്മൾ മുസ്ലിമീങ്ങളായ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ്, അല്ലെങ്കിൽ കടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഒരു യോഗത്തിൽ നമ്മുടെ ബഹുമാന്യനായ KNM പ്രസിഡൻറ്റ് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഒരു പ്രബോധകൻ കൂടിയായ കച്ചവടക്കാരനല്ല ആവേണ്ടത്, നമ്മളൊരു കച്ചവടക്കാരൻ കൂടിയായ പ്രബോധകനാണ് ആവേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ കടമ എന്ന് പറഞ്ഞാൽ പ്രബോധനമാണ്. ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യണ്ട എന്നുള്ളതല്ല, പക്ഷേ അത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.